കേരളത്തിന്റെ ചരിത്രത്തിൽ ശക്തമായുള്ള ഒരു കാര്യം BJPയോട് കേരളം സ്വീകരിക്കുന്ന സമീപനമാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അക്കാര്യത്തിൽ ഇതുവരെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല. വളരെ ചെറിയ രീതിയിലെ BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും വോട്ട് വിഹിതത്തിലൊക്കെ മാറ്റം വരുത്താനും കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം BJPയോടുള്ള സമീപനം തിരുത്തും എന്ന് NDA അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അതിന് ഷൈനി പ്രധാനമായിട്ട് കാരണം ഈ പഞ്ചതന്ത്രത്തിൽ ചിലരൊരു കഥ പറയാറുണ്ട്. ഈ ഇതിൻ്റെ കാക്കയുടെ വായിൽ ഒരു എല്ലിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. ഉടനെ തന്നെ കുറുക്കൻ ആ കാക്കയെ നോക്കി പറയാണ്, നീ എത്ര സുന്ദരിയാണ്, നീ എത്ര മനോഹരിയാണ്, നിനക്ക് എത്ര നന്നായി പാട്ടുപാടാൻ സാധിക്കും. ഈ തരത്തിലൊരു ജൽപ്പനമാണ് കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും ഇവിടുത്തെ ഈ കേരളത്തിലുള്ള ജനങ്ങളോട് സമീപിച്ചിരിക്കുന്നത്. അറിയാമോ? അത് പിന്നെ എനിക്ക് അറിയത്തില്ല. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് അവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് മുന്നണിയെടുക്കുന്ന സമീപനം 5 വർഷം ഞാൻ ഭരിക്കും, 5 വർഷം നീ ഭരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഒരു അഴിമതിയെ സംബന്ധിച്ചും ഞങ്ങൾ അന്വേഷണം നടത്തില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു അഴിമതിയെ സംബന്ധിച്ചും ഞങ്ങൾ അന്വേഷണം നടത്തില്ല. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പരമാവധി അഴിമതികൾ ഞങ്ങൾ നടത്തും. ഈ അഴിമതികളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൻ്റെ സംബന്ധിച്ച് 5 വർഷക്കാലം കൊണ്ട് മറക്കുന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത എന്നാണ് ഈ പറയുന്ന കുറുക്കന്മാർ ഈ പറയുന്ന കാക്കയോട് പറഞ്ഞു പറ്റിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വർണം ചുമന്നാലും കഴുത തന്നെ എന്ന്. ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുതകൾക്ക് അങ്ങനെ പലതും പറയാം. ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല. കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. ശരിയാക്കി തരാട്ടോ. ഇത് കേരളത്തിൻ്റെ സവിശേഷതയാണ് ശരിക്കും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവർ 5 വർഷം മാറി മാറി ഭരിച്ച് കേരളത്തിൽ ഏത് രംഗത്താണ് പുരോഗതി ഉണ്ടായിട്ടുള്ളത്? കേരളത്തിൽ സാഹിത്യ രംഗത്തുണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുണ്ടോ? വ്യവസായ രംഗത്തുണ്ടായിട്ടുണ്ടോ? കാർഷിക രംഗത്തുണ്ടായിട്ടുണ്ടോ? ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരു മേഖലയും കേരളത്തിൽ ഈ പറയുന്ന കാര്യമായ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ലല്ലോ. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?